ഏതായാലും നരകത്തിലെ നാരിമാർ. പെണ്ണ് എന്ന് പറയുന്നത് പ്രകൃതിയിലെ പിടികിട്ടാത്ത കലാകൗതുകമാണ്. പ്രപഞ്ചേശ്വരനായ റബ്ബുൽ ഇസ്സത്ത് അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ സുന്ദര ശില്പമാണ് പെണ്ണ് എന്നുള്ളത്. ആരെത്ര എഴുതിയാലും തീരാത്ത കലയാണ്, കഥയാണ്, കവിതയാണ് പെണ്ണ്. ചുരുക്കി പറഞ്ഞാൽ കലയും കഥയും കവിതയും കായ്ക്കുന്ന കനകഭൂമിയാണ് പെണ്ണിന്റേത്. ആ പെണ്ണിനെ ലോകത്തിൽ ഇകഴ്ത്തിയവരുണ്ട്, പുകഴ്ത്തിയവരുണ്ട്. ആ പെണ്ണ് കാരണത്താൽ നന്നായവരുണ്ട്, പിഴച്ചവരുമുണ്ട്. എല്ലാം വസ്തുതയാണ്. എന്നാൽ എന്റെ പെങ്ങളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഇന്നലെ പറഞ്ഞൊക്കെ നമ്മൾ മറന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ് ലോകത്ത് ആദ്യമായി പെണ്ണിന്റെ സൗന്ദര്യവും പെണ്ണിന്റെ അവകാശങ്ങളും ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ആരാണെന്നറിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1885 സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ട് എന്ന പ്രഖ്യാപനം വന്നത് ഇന്ത്യ മഹാരാജ്യത്ത്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കഫർ നസീബും മഫ്റൂള. തന്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾക്ക് സ്ത്രീരത്നങ്ങൾക്ക് കൂടി അവകാശമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ ഹിജാസിന്റെ മണ്ണിൽ സദീഖ്യനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ആ കാലം അത്രയും അറേബ്യ മനസ്സിലാക്കിയത് ആണുങ്ങൾക്ക് മാത്രം സ്വത്തവകാശമുണ്ട് എന്ന് അല്ല, പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയപ്പോ അവിടെ വലിയ വിപ്ലവമായി. അതെപ്പോഴാണ്? കറുത്ത യുഗത്തിൽ, ഇരുണ്ട യുഗത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ 1885 ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന പ്രഖ്യാപനം വന്നത്. അപ്പൊ ആരാണ് പെങ്ങന്മാരെ? മുഹമ്മദ് മുസ്തഫ. മൈക്ക് വേണോ? മോണിറ്ററിന്റെ ഒളിച്ചിട്ട് കൂട്ടിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇഹാ അൽമർഅതു സാലിഹാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ദുനിയാവ് മുഴുവനും ചരക്കുകളാണ്. ഈ ദുനിയാവ് മുഴുവനും സകലമാന വസ്തുക്കളും ചരക്കുകളാണ്. വഖൈറു മതാഇഹാ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ഉദാത്തമായ ഉചിതമായ ഖൈറായ ചരക്ക് ഏതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? അൽമർഅതു സാലിഹാ, സാലിഹത്തായ പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ആദ്യമായി ചരക്കെന്ന് പ്രയോഗിച്ച ആരാറിയോ? അപ്പോൾ പറയില്ല, ലോകത്തിൽ ചരക്ക് പോകുന്നു പറയാറില്ലേ? ആരാന്നറിയോ? ആരാ? റസൂൽ പറഞ്ഞ അദ്ദുനിയാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മുഴുവനും ചരക്കുകളാണ്, ചരക്കുകളാ. വഖൈറു മതാഇഹാ, അതിൽ ഏറ്റവും നല്ല ഉദാത്തമായ ചരക്കേതെന്നറിയണ്ടയോ? അൽമർഅതു സാലിഹാ. അല്ലാഹു നമ്മളൊക്കെ സാലിഹത്തായ പെണ്ണുങ്ങളെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.